ആ ഒരു കാലഘട്ടത്തിൽ ബിറ്റ് കോയിന് ഒരു വാല്യൂം ഉണ്ടായിരുന്നില്ല, 0 ആയിരുന്നു ബിറ്റ് കോയിൻ്റെ വാല്യൂ. 2017 ജനുവരി മാസം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയുണ്ടായി. അതായത് ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മുന്നോട്ട് വെച്ചത്. പ്രോഫിറ്റ് മാക്സിമം അസെറ്റ് ചെയ്യുക, അതേപോലെ നമ്മളെ ക്യാപിറ്റൽ എമൗണ്ട് ലോസ് ആവാതെ നോക്കുക എന്നുള്ളത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡേ ട്രേഡിംഗ് വെച്ച് നോക്കുമ്പോൾ. ഫസ്റ്റ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ ഒരു 20 ഇരട്ടി നമുക്കൊരു ലീവറേജ് ആയിട്ട് തരുന്ന ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നിങ്ങളിപ്പോൾ ഒരു സ്ഥിരം ജോബ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിനോടൊപ്പം ഞാനെങ്ങനെ ഈ ഒരു ട്രേഡിംഗ് ഫീൽഡ് മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ട്രേഡിംഗ് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ നിലവിൽ ചെയ്യുന്ന ജോബ് ഒഴിവാക്കരുത്. അതിനോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ട്രേഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രിപ്റ്റോയെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് എന്ത് ചെയ്യണം, എന്നാണോ നിങ്ങൾക്ക് നിങ്ങളെ ജോബിനേക്കാളും കൂടുതൽ ഒരു സാലറി അല്ലെങ്കിൽ ഒരു ഇൻകം ട്രേഡിങ്ങിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത്, അന്നാണ് നിങ്ങൾ നിങ്ങളെ ജോബ് ഒഴിവാക്കേണ്ടത്. പിന്നെ വരുന്നത് പൊസിഷൻ ട്രേഡിംഗ്. ഈ പൊസിഷൻ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്, അവർ ഒരു നിശ്ചിത പ്രൈസിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുക. ആ പ്രൊഡക്റ്റ് അവർക്കൊരു പ്രോഫിറ്റിൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് എപ്പോഴാണോ എത്തുന്നത് ആ ഒരു ടൈം ആകുമ്പോൾ അവർ ആ ട്രേഡ് എക്സിറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഈ ടൈം ഫ്രെയിം യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ്, 5 മിനിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ക്യാൻഡിലും 5 മിനിറ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഇത് 5 മിനിറ്റിൽ ഉണ്ടായതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഈ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളതെന്തായി ഒരു 1 ഹവറിലേക്ക് കൊടുത്തു. ഇപ്പോൾ 1 ഹവറിൽ കൊടുക്കുമ്പോൾ എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക 1 ഹവറാണ്. 1 ഹവറത്തെയാണ് ഈ ക്യാൻഡിലിൽ കാണിക്കുന്ന റിസൾട്ട്. അതായത് ഇപ്പോൾ രാജ്യങ്ങളും ഗവൺമെൻറ്റുകളും വസ്തുക്കളൊക്കെ ഇവിടെ ഒരു സെല്ലിങ് നല്ല രൂപത്തിൽ 3 സ്റ്റേജിൽ സെല്ലിങ് നടന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു പീക്ക് സ്റ്റേജ് എത്തി. ഈ പീക്ക് സ്റ്റേജിൽ ആദ്യം നമ്മളെ രാജ്യങ്ങളൊക്കെ കുറേ സെല്ല് ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റിൽ ബിസിനസ്സുകാരും മാർക്കറ്റിൽ പല കാറ്റഗറിയിലെ ആളുകളും, ട്രേഡേഴ്സ്, ബിസിനസ്സുകാർ, രാജ്യങ്ങൾ, ഇവരൊക്കെ ഇത് സെല്ല് ചെയ്ത് ഇവിടെ ഒരു പീക്ക് വരും. വീണ്ടും എന്ത് ചെയ്യും, ഈ രാജ്യങ്ങൾ ഇത് പർച്ചേസ് ചെയ്യും. എന്ത്, ബിസിനസ്സുകാരും അതേപോലെ ട്രേഡേഴ്സ് എന്തൊക്കെ ഈ ഒരു സ്റ്റേജിൽ രാജ്യങ്ങളൊക്കെ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേജിൽ പീക്ക് സ്റ്റേജ്. പക്ഷേ ഈ ഒരു സ്റ്റേജ് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേജസ് ആണ്. ഒരു സ്റ്റേജ് ഇത് ഏറ്റവും മാക്സിമൈസേഷൻ പോയിന്റ്, അതേപോലെ ഇതൊരു ഡൗൺ സ്റ്റേജ്, ഇവിടെ ഒരു മാക്സിമൈസേഷൻ പോയിന്റ്. ഇതാണ് ഈ സ്റ്റേജ്. അപ്പോൾ ഇവിടെ ഇതേറിയത്തിൻ്റെ ചാർട്ട് വരും. അപ്പോൾ ഈ പെർഫോമൻസിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, 1 വീക്കിൽ ഇതേറിയത്തിൽ വന്ന പ്രൈസ് റേഞ്ചാണ്. 1 ഇയറിൽ അല്ലെങ്കിൽ ഓരോ മാസത്തിൽ അല്ലെങ്കിൽ 3 മന്ത്സിൽ വന്ന ഇതേറിയത്തിൻ്റെ പെർഫോമൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തത് സീസണൽസ്, അതായത് ഓരോ ഇയറിലും. ഇപ്പോൾ നമുക്കിവിടെ 2025 ഇവിടെ ബ്ലൂ ലൈനിൽ അതിനെ ഗ്രാഫായിട്ട് കാണിക്കുന്നുണ്ട്, 2024 ഗ്രീൻ ലൈനിലും 2023 യെല്ലോ ലൈനിലും കാണിക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് TPSL എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടാർഗറ്റ് പ്രൈസും അതേപോലെ ഒരു സ്റ്റോപ്പ് ലോസ് പ്രൈസും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്പോട്ടിൽ ഞാനിപ്പോൾ ബിറ്റ് കോയിൻ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് വേറൊരു കോയിൻ മേടിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പെയർ എന്ത് ചെയ്യണം, BTC പെയർ സെലക്ട് ചെയ്ത് കൊടുക്കുക താഴത്തെ ആ റോയിൽ. അതിനുശേഷം ഞാനിവിടെ BNB കോയിന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ജൂലൈ 2025 ഒരു പുതിയ കോയിൻ ലിസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് BNBയിൽ വന്നിട്ടുള്ളൊരു വേരിയേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ മോർ ടെക്നിക്കൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് കാണും. ഇപ്പോൾ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ബൈയിങ് ആണ് കൂടുതൽ കാണിക്കുന്നത്, സെല്ലിൻ്റെക്കാളും കൂടുതൽ കാണിക്കുന്നത് എന്താണ്. ഇപ്പോൾ ഈ ഓസിലേറ്റർ എന്തിനെ ബേസ് ചെയ്താണെന്നുള്ളത് നമുക്ക് എന്താണ് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ RSI, അതുപോലെ തന്നെ കമ്മോഡിറ്റി ചാനൽ ഇൻഡെക്സ്, ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ്. ബയ്യേഴ്സ് വീണ്ടും എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്, ബയ്യേഴ്സ് നേരെ എന്ത് ചെയ്യാണ്, ഒരു പ്രഷർ കൊടുത്തിട്ട് ഈ ഒരു ചാർട്ടിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ ലാർജ് ക്യാൻഡിലായിട്ട് ഒന്ന് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇവിടെ സ്മാർട്ട് മണി എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർ സോൾഡ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഇത്രയും ലാർജ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ACH എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിനാണ് റിസീവ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനത് സെർച്ച് ചെയ്തതിന് ശേഷം ആ ഒരു കോയിന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ACH എന്ന് പറയുന്ന ഈ കോയിന് നമുക്ക് എന്താണ്, വെറും ERC20 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നെറ്റ്വർക്കിലൂടെ മാത്രമേ റിസീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരാൾക്കൊരു ട്രേഡറെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്സ്. അതായത് ഒരു ട്രേഡ് എടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യും, അപ്പം തന്നെ ഒരു ദിവസം 4ഉം 5ഉം ട്രേഡ് എടുക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ എന്താണ്, വളരെയധികം അവരുടെ ഫണ്ട്
അതായത് ലോക്കാകാൻ പറഞ്ഞാൽ അവരെ ഫണ്ട് നഷ്ടത്തിലേക്ക് വരാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ്.